Welcome. Greetings from Kindergarten at Bethesda in the mighty name of our Lord and Savior Jesus Christ. Dear sisters and brothers, ഇന്ന് നാം അല്പമായി ചിന്തിക്കുവാൻ പോകുന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ, നിയമങ്ങളെ നാം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നാം കൈക്കൊള്ളുന്നവരാണോ അതോ ലംഘിക്കുന്നവരാണോ? നീതിമാനായ ദൈവം തൻ്റെ ജനത്തിൻ്റെ ഇച്ഛാശക്തിക്ക് വിരുദ്ധമായി, അവരുടെ ഇഷ്ടങ്ങൾക്ക് വിരുദ്ധമായി, അവരുടെ സ്വാതന്ത്ര്യത്തിനെതിരായി തൻ്റെ നിയമങ്ങളെ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നവനല്ല. എക്കാലവും ഇങ്ങനെ തന്നെയാണ് ദൈവം ജനങ്ങളോട് ഇടപെട്ടുകൊണ്ടിരുന്നതും. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ദൈവം ഇടപെടുന്നത്. മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നവനും അതിന് വില കൽപ്പിക്കുന്നവനുമാണ് നമ്മുടെ ദൈവം. വിശുദ്ധ ബൈബിളിൽ യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട്, അതായത് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ വന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഇപ്രകാരമുള്ള ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഫെലോഷിപ്പ് സാധ്യമാകണമെങ്കിൽ ദൈവശബ്ദത്തിന് നാം നമ്മുടെ ഹൃദയം തുറന്നു കൊടുക്കണം. നാമാണത് ചെയ്യേണ്ടത്. നമ്മുടെ കർത്താവ് നമ്മുടെ ഹൃദയ കവാടത്തിൽ, ആ വാതിൽക്കൽ നിന്ന് മുട്ടുക മാത്രമാണ് ചെയ്യുന്നത്. ആ ശബ്ദം ആര് കേട്ട് അവന് വാതിൽ തുറന്നു കൊടുക്കുന്നുവോ അവന് മാത്രമാണ് ദൈവവുമായുള്ള കൂട്ടായ്മ സാധ്യമാകുന്നത്. ദൈവം നമ്മുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നവനാണ്. നാം നമ്മുടെ ഹൃദയ കവാടം ദൈവത്തിന് വേണ്ടി തുറന്നു കൊടുത്തില്ല എങ്കിൽ ദൈവം ഇടിച്ചു കയറുന്നവനല്ല. മോശയുടെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്നും ദൈവം വിടുവിച്ചു കൊണ്ടുവന്ന ഇസ്രായേൽ ജനം സീനായി പർവ്വതത്തിൻ്റെ താഴ്വാരത്തിൽ പാളയമടിച്ചതായി നാം കാണുന്നു. മോശയിൽ കൂടെ ദൈവം അവരോട് തൻ്റെ നിർദ്ദേശം പങ്കുവച്ചു. എന്തായിരുന്നു ദൈവത്തിൻ്റെ ആ നിർദ്ദേശം? നിങ്ങൾ എൻ്റെ നിയമം പ്രമാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് സമ്പത്തും ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ തന്ന് നിങ്ങളെ ശക്തരായ ഒരു ജനതയാക്കി മാറ്റും. ആ ജനം അതിനെ സമ്മതിച്ചു, അത് അംഗീകരിച്ചു. നമുക്കറിയാം, അന്ന് ഇസ്രായേലിനോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം ഭൗതിക നന്മകളും അനുഗ്രഹങ്ങളുമായിരുന്നു, നാഷണൽ ബ്ലെസ്സിങ്സ്. അവരുടെ ആത്മീയ രക്ഷയായിരുന്നില്ല. എന്നാൽ ദൈവം തിരഞ്ഞെടുത്തവരെ പറ്റിയുള്ള ദൈവോദ്ദേശം ഒരു ദൈവരാജ്യം ആത്യന്തികമായി ഒരുക്കപ്പെടുക എന്നതാണ്. അതായത് മനുഷ്യരാശിയുടെ വീഴ്ചയ്ക്ക് മുമ്പുണ്ടായിരുന്നതുപോലെ ഭൂമി മുഴുവനും ദൈവത്തിൻ്റെ കർത്തൃത്വത്തിലും ഭരണത്തിലും ആകുക. ആത്മരക്ഷ പ്രാപിച്ച മനുഷ്യവർഗത്തിന് മേലുള്ള ദൈവത്തിൻ്റെ ലോഡ്ഷിപ്പാണ് ആത്യന്തികമായി നടപ്പാക്കപ്പെടേണ്ടത്. നമ്മുടെ കർത്താവ് നമ്മെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചപ്പോൾ ആ ലോർഡ്സ് പ്രേയറിൽ നമ്മെ പഠിപ്പിച്ചു, നിന്റെ രാജ്യം വരേണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ. അതായത് ദൈവത്തിൻ്റെ ആ രാജ്യം ഈ ഭൂമിയിൽ സംസ്ഥാപിതമാക്കപ്പെടണം. അതിലായിരിക്കുന്നത് ആരൊക്കെയാണ്? ആത്മരക്ഷ പ്രാപിച്ചവർ മാത്രം. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് എല്ലാവരും ഇതുപോലെ ആത്മരക്ഷ പ്രാപിച്ചവരാണോ? ആത്മരക്ഷ പ്രാപിക്കാത്തവർ എത്രയോ പേർ നമ്മുടെ ചുറ്റുമുണ്ട്. ഇന്ന് നാം കേൾക്കുന്ന ഈ സുവിശേഷ ഘോഷണങ്ങളെല്ലാം അതിനുവേണ്ടിയുള്ളതാണ്. നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ ദൈവം ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞു ഓൾറെഡി. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു. നമ്മുടെ പാപങ്ങളും ശാപങ്ങളും ദുഃഖങ്ങളും എല്ലാം ഏറ്റെടുത്തുകൊണ്ട് അവൻ ക്രൂശിൽ കയറി. നമുക്ക് വേണ്ടി അവൻ ബലിയായി മാറി. ആര് ഈ രക്ഷണ്യ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നുവോ, യേശുക്രിസ്തുവിനെ തങ്ങളുടെ കർത്താവും രക്ഷിതാവുമായി ഹൃദയം കൊണ്ട് സ്വീകരിച്ച് അല്ലെങ്കിൽ ഹൃദയത്തിൽ വിശ്വസിച്ച് വായ കൊണ്ട് ഏറ്റുപറയുമോ,
അവർക്കാണ് ആത്മരക്ഷയുണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ ആത്മരക്ഷ പ്രാപിക്കാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള സുവിശേഷ ഘോഷണങ്ങൾ അവർക്ക് അതിന് സഹായകമാകട്ടെ എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. മനുഷ്യൻ്റെ സത്വം പരിരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ശേമിൻ്റെ വേർവഴിയിലുള്ളവരാണ് ആദ്യം രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം ആഗ്രഹിച്ചിരുന്നത്. ദൈവം തൻ്റെ ഉദ്ദേശം നിറവേറ്റുവാൻ ഇസ്രായേൽ എന്ന ഈ ജനതയെ ഉപയോഗിച്ചു എന്നർത്ഥം. God had chosen a nation of almost perfect physical strain of Shem's line in its ancestry. അങ്ങനെ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് തുടങ്ങിയ തലമുറകളായി ഈ ജനം വളർന്നു വന്നു. ഇസ്രായേൽ എന്ന ആ ജനതയും ദൈവവുമായുള്ള ആ ബന്ധം ഒരു വിവാഹ ഉടമ്പടി പോലെ, അതായത് മാരേജ് കവനൻ്റ് പോലെയായിരുന്നു. ഈ ഫിസിക്കൽ കവനൻ്റ് ഭാവിയിൽ വരുവാൻ പോകുന്ന ആ പുതിയ ഉടമ്പടിയായ ആത്മീയ ഉടമ്പടിയുടെ, അതായത് സ്പിരിച്വൽ കവനൻറ്റിൻ്റെ മുൻകുറിയായിരുന്നു. ദൈവം തൻ്റെ ജനത്തെ മനസ്സിലാക്കി കൊടുക്കുന്നു, തൻ്റെ പരിശുദ്ധാത്മ ശക്തിയാലല്ലാതെ നിങ്ങളുടെ സ്വന്തം പ്രയത്നം മൂലം ദൈവാനുഭവവും ദൈവാനുഗ്രഹങ്ങളും അപ്രാപ്യമാണ് എന്ന്. തിന്മയിൽ നിന്ന് അകലുവാൻ നിങ്ങൾക്ക് ദൈവാത്മാവിൻ്റെ സഹായം ആവശ്യമാണ്. നിങ്ങളുടെ ആത്മാവ് കൊണ്ട് അത് പ്രാപിക്കുവാൻ കഴിയുകയില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആത്മാവോട് ചേർന്നു എങ്കിൽ മാത്രമേ ആത്മീയമായ ആ വിവേചന ബുദ്ധി ആർജിക്കുവാൻ നിങ്ങൾക്കാവുകയുള്ളൂ. ഇതുമൂലമാണ് മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും മനുഷ്യനെ നശിപ്പിക്കുന്ന തിന്മകളിൽ നിന്ന് അകന്ന് നിൽക്കുവാനും ആ തിന്മകളെയൊക്കെയും ഉപേക്ഷിക്കുവാനും അവന് കഴിയുകയുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവുമായിട്ട് ചേർന്ന് ആ പുതു മനുഷ്യനായി നാം രൂപാന്തരപ്പെട്ട് അങ്ങനെ നാം ദൈവത്തിൽ ദൈവമനുഷ്യനായി വളരുമ്പോൾ മാത്രമാണ് നമുക്ക് തിന്മയിൽ നിന്ന് അകലുവാനും തിന്മകളെ ഉപേക്ഷിക്കുവാനും കഴിയുകയുള്ളൂ. ഒരു വ്യക്തിയുടെ പാരമ്പര്യവും ചുറ്റുപാടുകളുമാണ് അത് നല്ലതാണെങ്കിൽ അവൻ്റെ ജീവിതത്തെ മുന്നോട്ട് പോകുവാൻ സഹായിക്കുന്നത്. എന്നാൽ മോശമായ ഒരു കുടുംബ പശ്ചാത്തലവും മോശമായ ചുറ്റുപാടുകളും ഒരുവനെ പരാജയത്തിലേക്കും തിന്മ സ്വഭാവങ്ങളിലേക്കും കൊണ്ടുപോകും. അതായത് അവനെ പിന്നെ നയിക്കുന്നത് സാത്താനാണ്. അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന ജനത്തെ ആ ദേശത്ത് ഒന്നിനും കുറവില്ലാതെ ദൈവം അനുഗ്രഹിച്ചു. എന്തിനു വേണ്ടിയായിരുന്നു? ദൈവാനുരൂപരായി മനുഷ്യർ ആയിത്തീരുവാൻ. പക്ഷേ അവരുടെ സ്വാതന്ത്ര്യത്തിൽ അല്ലെങ്കിൽ അവരുടെ തിരഞ്ഞെടുപ്പുകളിൽ ദൈവം കൈകടത്തിയില്ല. ദൈവരാജ്യം ഈ ഭൂമിയിലാകണം, അതിനുള്ള മുഖാന്തരവും ദൈവം ഒരുക്കി. പക്ഷേ മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തിൽ, അവരുടെ സ്വാതന്ത്ര്യത്തിൽ ദൈവം കൈകടത്തുന്നില്ല, ഇടപെടുന്നില്ല. അത് അവരുടെ ചോയ്സാണ്. അവർ തങ്ങളുടെ ഹൃദയകവാടം ദൈവത്തിന് തുറന്നു കൊടുത്താൽ മാത്രമേ അവർക്ക് രക്ഷ സാധ്യമാകുകയുള്ളൂ. ഈ സുവിശേഷ ഘോഷണങ്ങളിലെല്ലാം നാം ആഹ്വാനം ചെയ്യുന്നത് കടന്നു വരിക, ദൈവത്തിലേക്ക് കടന്നു വരിക, നിങ്ങളുടെ ഹൃദയ കവാടം അവനായി തുറന്നു കൊടുക്കുക. ഇതാ അവൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, അവൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുമോ? അവനെ നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ സ്വീകരിക്കുമോ? ആ ചോദ്യമാണ് എല്ലായിടത്തും മുഴങ്ങിക്കേൾക്കുന്നത്. ഈ ലോകം മുഴുവൻ
തൻ്റെ അധികാരവും തൻ്റെ നിയന്ത്രണവും കർത്തൃത്വവും ആകണമെങ്കിൽ ആ അധികാരത്തിന് കീഴിലായിരിക്കേണ്ടവർ സാധാരണക്കാർ ആയിരിക്കരുത്. അവർ ദൈവത്തിൽ നിന്ന് ജനിച്ചവർ ആയിരിക്കണം. മനുഷ്യൻ വീണ്ടും ജനനത്താലാണ് അത് ആർജിച്ചെടുക്കുന്നത്. അതായത് ഒരു മനുഷ്യൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ദൈവരാജ്യത്തിൽ ഒരുവന് കടക്കണമെങ്കിൽ അവന് പുതിയ സൃഷ്ടിയുടെ അനുഭവം ഉണ്ടാകണം, പുതിയ സൃഷ്ടിയാകണം. എങ്ങനെയാണ് ഒരുവൻ പുതിയ സൃഷ്ടിയാകുന്നത്? തൻ്റെ ആത്മാവിൽ ദൈവാത്മാവ് പ്രവർത്തിക്കണം. ദൈവാത്മാവുമായി ചേർന്ന് ഒരു പുതിയ മനുഷ്യനായി അവൻ തൻ്റെ ഉള്ളിൽ ജനിക്കപ്പെടുകയാണ്. ഈ പുതുമനുഷ്യനാണ് ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ എന്ന് നാം പറയുന്നത്. ഇതിനാണ് വീണ്ടും ജനനം എന്ന് നാം പറയുന്നത്. ഈ വീണ്ടും ജനിച്ച വ്യക്തി ദൈവാനുരൂപനായി വളർന്നു വരും. ക്രിസ്തുവിലാകുന്ന അവസ്ഥ പ്രധാനമായും 3 കാര്യങ്ങളിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. ഒന്നാമതായി അവൻ്റെ ഏറ്റുപറച്ചിൽ, അതായത് തങ്ങളുടെ രക്ഷയ്ക്ക് കാരണമായ ആ യേശു ക്രിസ്തുവിനെ തങ്ങളുടെ കർത്താവും രക്ഷിതാവുമായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറയുന്നു. രണ്ടാമതായി ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതമെന്തെന്ന് തിരിച്ചറിയേണ്ടതിന് അവർ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നു. മൂന്നാമതായി യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൽ തങ്ങളുടെ ശരീരത്തിനുണ്ടാകുന്ന രൂപാന്തരം, അതായത് അവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കുന്നു. അമർത്യരായി മാറുന്നു. അതിലേക്ക് കടന്നു വരുന്നവരാണ് ദൈവരാജ്യത്തിൽ ഉള്ളവരാകുന്നത്. അവരെയാണ് കർത്താവിൻ്റെ ഭരണത്തിന് കീഴിൽ കർത്താവാക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ദൈവ വാഗ്ദത്തങ്ങളെ അനുസരിച്ചാൽ ആ വാഗ്ദത്തങ്ങളെ നാം ഗൗരവമായി എടുത്താൽ മാത്രമേ ഇത് സാധ്യമാകുകയുള്ളൂ. നാം ദൈവ വാഗ്ദത്തങ്ങളെ, ദൈവത്തിൻ്റെ നിയമങ്ങളെ ലംഘിക്കുന്നവർ ആകരുത്. അത് കൈക്കൊള്ളുന്നവർ ആയിരിക്കണം. Thank you for listening and God bless.